രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും നീക്കിയതോടെ നാഥനില്ലാ കളരിയായിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. 5 ദിവസമായി താൽക്കാലിക ചുമതല പോലും നൽകാൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് സംസ്ഥാന ഉപാധ്യക്ഷനും KC വേണുഗോപാൽ പക്ഷക്കാരനുമായ OJ ജനീഷിനെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് ഷാഫി പറമ്പിൽ രഹസ്യമായൊരു നീക്കവും നടത്തിയിട്ടുണ്ട്. PR പ്രവീണയും ചന്തു ചന്ദ്രശേഖരൻ നമുക്കൊപ്പം ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നു. ആദ്യം PR പ്രവീണിലേക്കാണ്. പ്രവീണ, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിട്ട് 5 ദിവസമായി. ഇനിയും ആരാണ് ഈ പലരുടെയും പേരുകൾ അന്തരീക്ഷത്തിൽ കേൾക്കുന്നു എന്നല്ലാതെ ആരിലേക്കും ഒരു താൽക്കാലിക ചുമതല പോലും ഇനിയും പാർട്ടി ഏൽപ്പിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷനായുള്ള ചരടുവലികളും നീക്കങ്ങളും ഒക്കെ നടക്കുന്നത്? ഇപ്പോൾ അബിൻ വർക്കി വരണമെന്ന് ആവശ്യപ്പെട്ട് മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല അടക്കം പരസ്യമായ ആ വിഷയമൊക്കെ ഉന്നയിക്കുകയും അവിടെ ഈ ചെറിയ രീതിയിലെങ്കിലും അവിടെ ഒരു പൊട്ടിത്തെറിയും കലഹവും ഒക്കെ നടക്കുന്നു എന്ന രീതിയിൽ വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഷാഫി പറമ്പിലും രഹസ്യ നീക്കം നടത്തുന്നു എന്നറിയുന്നു. എന്താണ് യൂത്ത് കോൺഗ്രസിലെ പുതിയ അധ്യക്ഷനുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ നടക്കുന്ന കാര്യങ്ങൾ, പ്രവീണ? രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയ അന്ന് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വാട്സാപ്പ് ഗ്രൂപ്പിൽ വലിയ പോരുണ്ടായിരുന്നു. അബിൻ വർക്കിയാണ് പുറകിൽ നിന്ന് കുത്തിയതെന്ന് ആരോപിച്ച് വലിയ തോതിലുള്ള യുദ്ധം നടന്നു. തുടർന്ന് ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി ആക്കിയ ദേശീയ നേതൃത്വം. അതിനുശേഷം ദേശീയ നേതൃത്വം ഒരു തരത്തിലും ഇക്കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം 5 ദിവസമായി ഇതുവരെ താൽക്കാലിക അധ്യക്ഷനെ പോലും തീരുമാനിക്കാനായിട്ടില്ല. പകരം ചുമതല ആർക്കും നൽകിയിട്ടുമില്ല. ബീഹാറിൽ നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി യാത്രയ്ക്ക് പിന്തുണ അർപ്പിച്ച് സംസ്ഥാനത്തെ എല്ലായിടങ്ങളിലും പരിപാടികൾ നടക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റേതായി പ്രഖ്യാപിച്ചിരുന്ന ലോങ് മാർച്ച് അടക്കം മാറ്റിവെക്കുകയും ചെയ്തു. നിയമസഭാ സമ്മേളനം തുടങ്ങാൻ പോകുന്നു. ഈ സമയത്തൊക്കെ ആരാണ് യുവജനങ്ങളെ നയിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനവുമാകാതെ നിൽക്കുന്നു. ഗ്രൂപ്പ് വടംവലിയാണ് പ്രധാന പ്രശ്നം നേതൃത്വത്തിന് മുന്നിലുള്ളത്. കാരണം അബിൻ വർക്കിക്കായി നിലവിലുള്ള ഉപാധ്യക്ഷനിൽ ഒരാളായ അബിൻ വർക്കിക്ക് വേണ്ടി രമേശ് ചെന്നിത്തല വിഭാഗം ശക്തമായി രംഗത്തുണ്ട്. സ്വാഭാവിക നീതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇവരുടെ വടംവലി. അതിനൊപ്പം തന്നെയാണ് A ഗ്രൂപ്പ് ഈ തെരഞ്ഞെടുപ്പിലൊന്നും മത്സരിക്കാത്ത KM അഭിജിത്തിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം, നോമിനേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുള്ളത്. ഇതിനിടയിലാണ് A ഗ്രൂപ്പിന്റെ തന്നെ നേതാവായ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ മറ്റൊരു നീക്കം നടക്കുന്നത്. നിലവിൽ ഉപാധ്യക്ഷന്മാരിൽ ഒരാളായ നേരത്തെ തൃശൂരിലെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന OJ ജനീഷിനെ ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നാണ് ഷാഫിയുടെ ആവശ്യം. ഷാഫി ഇതിനു വേണ്ടി ചരടുവലികൾ തുടങ്ങിയിട്ടുണ്ട്. അതിന് ഷാഫിയും കൂട്ടരും പറയുന്ന ഒരു കാര്യം ഈഴവ പ്രാതിനിധ്യം ഉറപ്പിക്കാം എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ അങ്ങനെ OJ ജനീഷിന് വേണ്ടി ഒരു കരുനീക്കം കൂടി നടത്തുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. അബിൻ വർക്കി വന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്ഷക്കാരായ കുറച്ചധികം പേർ രാജിവെക്കുമെന്നുള്ള ഭീഷണി മുഴക്കിയിട്ടുണ്ട്. തിരികെയും അതായത് പുറത്തുനിന്ന് നോമിനേറ്റ് ചെയ്ത അംഗമാണെങ്കിൽ ഈ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ പലരും രാജിവെച്ച് പോകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ എന്ത് തീരുമാനമെടുത്താലും അതൊരു പൊട്ടിത്തെറിയിലേക്ക് എത്തുന്ന അവസ്ഥയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിലുള്ളത്. ഓക്കെ പ്രവീണ, വ്യക്തമാണ്. അപ്പോൾ അതാണ് യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷന് വേണ്ടി നടക്കുന്ന പിടിവലികളും ചർച്ചകളും കാര്യങ്ങളും ഒക്കെയും. ഇനിയിപ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങൾ ചന്തു ചന്ദ്രശേഖരനോട് ചോദിക്കാം. ചന്തു, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനമൊക്കെ മാറി. ഇന്നലെ രാഹുലിനെതിരെ നടപടിയും വന്നു, സസ്പെൻഷൻ നടപടിയും വന്നു. അതായത് ഇനിയിപ്പോൾ പാർട്ടി പരിപാടികളിലോ കാര്യങ്ങളിലോ ഒന്നും രാഹുലിന് പങ്കെടുക്കാൻ കഴിയില്ല. പക്ഷേ സാങ്കേതികപരമായി പാലക്കാടിന്റെ MLA ആയി രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരും. നേതാക്കളൊക്കെയും മുൻ നിലപാടിൽ നിന്ന് മാറി. ഇനിയിപ്പോൾ രാഹുൽ രാജിവെക്കേണ്ട ഒരു സാഹചര്യമില്ല എന്ന് ക്ലിയർ ആയിട്ട് പറയുകയും ചെയ്തു KPCC അധ്യക്ഷനും VD സതീശനും അടക്കമുള്ള ആളുകളൊക്കെയും. ഇനിയിപ്പോൾ അറിയേണ്ടത് ഇനി അടുത്ത നിയമസഭാ സമ്മേളനം തുടങ്ങാൻ വലിയ ദിവസങ്ങളൊന്നും തന്നെയില്ല. നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ രാഹുൽ അവിടേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ്. കാരണം രാഹുൽ നിയമസഭയിലേക്ക് എത്തിയാൽ അപ്പോൾ കാണാം കാര്യമെന്നാണ് ഇന്നലെ MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അപ്പോൾ എന്താണ് ഇനി പാർട്ടിക്ക് രാഹുലിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ, പ്രത്യേകിച്ച് നിയമസഭയിലേക്ക് രാഹുൽ എത്തുമോ എന്നതുമായി ബന്ധപ്പെട്ട്? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. 15-ാം തീയതി മുതലാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നത്. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് അവധിയിൽ പ്രവേശിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി പങ്കെടുത്താൽ തന്നെയും പാർലമെന്ററി പാർട്ടി അംഗമല്ല ഇപ്പോൾ. പാർലമെന്ററി പാർട്ടി യോഗങ്ങളിൽ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് പങ്കെടുക്കാൻ കഴിയുകയില്ല. മാത്രമല്ല UDF-ൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ആൾ എന്ന നിലയ്ക്ക് പ്രത്യേകം മാറി ഇരിക്കേണ്ട ഒരു സഭയ്ക്കുള്ള
മണിക്കൂറിനുള്ളിൽ മാറിയിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. സഭാ നടപടികളിൽ കാര്യക്ഷമമായി ഇടപെടാൻ കഴിയുകയില്ല. അതായത് ഞാൻ പറഞ്ഞത് നേരത്തെ UDF-ന്റെ ഭാഗമായിരുന്നപ്പോൾ അടിയന്തര പ്രമേയമായിരുന്നാലും സബ്മിഷൻ ആയിരുന്നാലും ഒക്കെ വളരെ വിശാലമായി ഒക്കെ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി കേവല സമയം മാത്രമേ, കക്ഷിനില അനുസരിച്ചാണ് സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിൽ അതിൽ സമയം സ്പീക്കർ അനുവദിക്കുന്നത്. അത്തരത്തിൽ കക്ഷിയുടെ ഭാഗമല്ലാത്ത ഒരാൾക്ക് ഒരു മിനിറ്റിൽ താഴെയോ 1 മിനിറ്റോ ആ ഒരു ദൈർഘ്യമുള്ള സമയം മാത്രമായിരിക്കും അനുവദിക്കുക. അപ്പോൾ സ്വാഭാവികമായും ചോദ്യോത്തര വേളകളിൽ ചോദ്യവും അതിനുള്ള കാര്യങ്ങളും ആവശ്യപ്പെടാമെന്നതിനപ്പുറത്തേക്ക് മറ്റ് നടപടികളിൽ കാര്യമായി നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണോ സഭയിൽ ഇടപെട്ടുകൊണ്ടിരുന്നത് ആ രീതിയിൽ ഇടപെടാനുള്ള കാര്യത്തിൽ പരിമിതി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല ഈ സീറ്റ് മാറ്റവുമായി ബന്ധപ്പെട്ട് UDF തന്നെ സ്പീക്കർക്ക് കത്ത് നൽകാനുള്ള ഒരു നടപടിക്രമവും സ്വാഭാവികമായും ഉണ്ടാകും. അതുകൊണ്ടൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല ഈ സേതുലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയാൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകിയതും. ആ പ്രതിഷേധവും ഒക്കെ കൂടി കണക്കിലെടുത്ത് അതാണ് കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നീക്കങ്ങളും ചർച്ചകളും ഒക്കെയും ചന്തു ചന്ദ്രശേഖരും PR പ്രവീണയുമാണ് വിവരങ്ങൾ നൽകിയത്.